ഇതാ ഒരു പുതിയ അധ്യയന വർഷവും കൂടി. ഓരോ അധ്യയന വർഷവും നമുക്ക് രണ്ട് വിഭാഗം ആൾക്കാരെയാണ് കാണാൻ സാധിക്കുക. ഒരു വിഭാഗം ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ട് പടിയിറങ്ങുന്നവരും, മറുവിഭാഗം ഓർമ്മകൾ സൂക്ഷിക്കാനായി പടി കയറുന്നവരും. ഓരോ കലാലയത്തിനും അതിൻ്റെതായ കഥകൾ പറയാനുണ്ട്. സൗഹൃദം, പ്രണയം എന്നിങ്ങനെ. ചിലത് പൂക്കും മുന്നേ കൊഴിഞ്ഞു പോയതാവാം, ചിലത് പൂത്ത് പടരുന്നതാവാം. നമ്മുടെ ഈ കഥയും ഒരു പ്രണയത്തെ പറ്റിയാണ്. അത് കൊഴിഞ്ഞു പോകുമോ അല്ലെങ്കിൽ പടർന്നു കയറുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഡാ നീന്റെ ഇത്ര നേരം എവിടെയിരുന്നുടാ? സമയം വൈകി, വേഗം വാ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ലീന. ഇവിടെ ഇരിക്കുന്ന മിക്കവരും എനിക്ക് പരിചിതമല്ലാത്ത മുഖങ്ങളാണ്. നിങ്ങൾക്ക് പതിയെ പരിചയപ്പെടാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ സബ്ജക്റ്റ് പലവരും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയും കിട്ടിയത് കൊണ്ടൊക്കെ വന്നവരാവാം. പക്ഷേ ഇനിയ നേരം നിങ്ങൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ കോർ പേപ്പറായിട്ടും ജനറലായിട്ടും നമുക്ക് വേറെ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവും. മെയിനായിട്ടും മലയാളം ലിറ്ററേച്ചർ തന്നെയായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾ ബുക്കുകൾ വായിക്കുക. ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും അത് ശീലമില്ലെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ അതായത് യൂസ്ഡ് ആയിട്ട് വരിക. അതായത് ബുക്കുകളൊക്കെ വായിക്കാൻ തുടങ്ങുക, ഇതുവരെയായിട്ടും വായിക്കാത്തവർ. ഇവിടെ നമ്മുടെ ലൈബ്രറിയിൽ ധാരാളം ബുക്കുകളുണ്ട്. നിങ്ങളത് പോയി വായിക്കുക, അതൊരു ശീലമാക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ഇല്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ തനിയെ നോട്ടുണ്ടാക്കി പഠിക്കേണ്ടി വരും. പിന്നെ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഹെൽപ്പ് ചോദിക്കുക. പിന്നെന്താ, നല്ലതാണെങ്കിൽ ഞാനും നല്ലതായിരിക്കും. എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ടാവും. എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുക. ഇവിടെ കുറേ കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. അതിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ആരും പിന്നിലോട്ട് നിൽക്കരുത്, എല്ലാത്തിനും മുന്നിലായിരിക്കണം. അതെനിക്ക് വാശിയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാ പരിപാടിക്കും പ്രോഗ്രാംസിനും ഒക്കെ നല്ല രീതിക്ക് തന്നെ മുന്നിൽ നിൽക്കണം. എല്ലാവരുടെയും കഴിവ് നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തെടുക്കണം, കൂട്ടി വെക്കരുത്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് ക്ലാസ് ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. നാളെ തൊട്ടേ മിസ്സുമാരൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ. ഇത് കഴിഞ്ഞ് നിങ്ങൾ ലൈബ്രറി എന്തായാലും വിസിറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരൊക്കെ ആയിട്ട് കമ്പനിയൊക്കെ ആയി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് കോളേജൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. നാളെ തൊട്ട് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ശരി. ഹലോ, എന്റെ പേര് ഹരി. നിങ്ങൾ നേരത്തെ കമ്പനി ആയിരുന്നു തോന്നുന്നു. നിങ്ങളുടെ പേരെന്താ?
ഇവൻ ശങ്കർ, ഞാൻ ദൃശ്യം. ആണോ, ഞങ്ങൾ നേരത്തെ കമ്പനിയാ. ഞങ്ങൾ 2 വർഷം പോളിടെക്നിക്കിൽ ഒരുമിച്ചായിരുന്നു. ഓ, ചേട്ടന്മാരാണല്ലേ. ഇയാളൊന്നും മിണ്ടൂലേ? ആര് ഇവനാ? ഇവൻ വാ തുറന്നാ പിന്നെ അടക്കൂല. ഇവിടെ ശങ്കര, നീ എന്താണെന്ന് മിണ്ടാത്തെ? ഓ, ശങ്കരൻ നിന്റെ മിണ്ടാത്തതൊന്നുമില്ല, ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്. ഓ, അതാണോ കാര്യം? ആ സ്പാനറിങ് എടുത്തേ, ശരിയാക്കി തരാം. നീ കൊള്ളാല ചെറുക്ക. എന്റെ വൈബിനെ പറ്റി ആരെങ്കിലും ഉണ്ടാകുമെന്ന് പേടിച്ചാ ഞാൻ വന്നത്. ഇപ്പൊ എന്തായാലും സമാധാനമായി. നമുക്ക് ബാക്കി എല്ലാവരും പരിചയപ്പെടാം. അപ്പൊ ശരി, നാളെ വരൂലേ രണ്ടും? എത്തിക്കഴിയുമ്പോ എന്നെ വിളിക്കണേ. ഓക്കേടാ. ഇലകളറിയുമോ, ഇളപ്പൂക്കൾ കാണുമോ, തെങ്ങലിനുള്ളിലെഴും തീരാമോഹം. നുരകളറിയുമോ, കുളിരലകൾ കാണുമോ, കരളിനുള്ളിലെഴും തീരാമോഹം. പൂക്കളും പുഴകളും അറിയില്ലല്ലോ, ഈ മിഴിയിലലിയും അനുരാഗ മധുരാസ്യം. നമ്മൾ താനേ താനേ ഒന്നാകും തളിരിലാവിലോ, ഈ പ്രണയത്തിൻ മധു തേടി കൊതി തീരുമോ. കൊഞ്ചി കൊഞ്ചി ചിരിച്ചാൽ പുഞ്ചിരിത്തോട്ടം, നെഞ്ചി നെഞ്ചി വന്നാൽ പഴംകുല തിന്നൽ. കള്ളക്കണ്ണൻ മനസ്സിൽ കുടിയിരുന്നില്ലേ, ഈ കാക്കക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലൂരിയിലെ. എത്ര രാവുകൾ പകലുകൾ കരുതി നിന്നെ ഞാൻ, പറയാതെയും നിലവുകൾ നെഞ്ചിലൊതുക്കി ഞാൻ. ഒന്ന് തമ്മിൽ തമ്മിൽ അറിയാതെ മിഴിയിഴഞ്ഞു പോയി, പിന്നെ കാണാതെ ഒരു നാളും മതി വരാതെയായി. ആ പാട്ട് പാടിയ രണ്ടുപേരും എഴുന്നേറ്റ്. എന്താ പേര് രണ്ടുപേരുടെ? ശങ്കർ, ദൃശ്യം. എടാ മക്കളെ, പാട്ട് കൊള്ളായിരുന്നടാ. അപ്പൊ രണ്ടുപേരും കലോത്സവത്തിനൊക്കെ പങ്കെടുത്തോണം. ക്ലാസ്സിൽ വന്ന് കയറിയപ്പോ തന്നെ നല്ലൊരു വ്യൂ. എന്തായാലും എല്ലാരും പെട്ടെന്ന് തന്നെ കമ്പനിയായി. നന്നായി. ഇങ്ങനെ തന്നെ ഇരിക്കണം. നിങ്ങളുടെ ഈ 3 വർഷം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അപ്പൊ എല്ലാരും സീറ്റിൽ പോയിരുന്നു. ഇന്ന് മുതൽ നമ്മൾ പുതിയൊരു ടാസ്ക് തുടങ്ങാൻ പോകുക. ഞാൻ എല്ലാ കൊല്ലവും എന്റെ പിള്ളേർക്ക് ഈ പണി കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾ കറക്റ്റ് കുറക്കണില്ല. ടാസ്ക് എന്താന്ന് വെച്ചാല്, എല്ലാ ആഴ്ചയും എല്ലാവരും ഓരോ ബുക്ക് വീതം എടുത്ത് വായിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള ഒരു ആമുഖം അസൈൻമെന്റ് പോലെ എല്ലാ ആഴ്ചയും വെക്കണം. അപ്പൊ നമുക്ക് ഇന്ന് തൊട്ട് തുടങ്ങിയേക്കാം. അപ്പൊ എല്ലാവരും ലൈബ്രറിയിലേക്ക് വിട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ലൈബ്രറി പീരീഡ് ആണ്. അപ്പൊ എല്ലാവരും ഓരോ ബുക്ക് എടുത്ത് അത് ഒരാഴ്ച സമയം മതിയില്ലേ നിങ്ങൾക്ക് വായിക്കാൻ. ഒരാഴ്ചക്കുള്ളിൽ വായിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു ആമുഖം എനിക്ക് ഈ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടിയിരിക്കണം. ഇതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഇന്റേണൽ മാർക്സ്. ഓക്കെ? അപ്പൊ ലൈബ്രറിയിലേക്ക് ബുക്കല്ല. ഏത് ബുക്ക് എടുക്കാണ്ട്? ഒരു ബുക്ക് പറഞ്ഞല്ലോടാ. ഒന്ന് പോയടാ, ടെക്സ്റ്റ് ബുക്ക് പോലും ഇവിടെ തുറന്നു വെക്കാറില്ല. എന്നോട് തന്നെ നീ ചോദിക്കണ ഏത് ബുക്ക് എടുക്കണോന്ന്. എടാ, ഞാൻ ഈ ബുക്ക് എടുക്കാൻ പോവാ. ഇതാ, നീ എന്ത് ദേശത്തിലാണ് ഈ ബുക്ക് എടുത്തത്? ഒരാഴ്ച കൊണ്ട് നീ ഇത് വായിച്ചു തീർക്കോ? ഓ, പറഞ്ഞ പോലെ ഒരാഴ്ച ഉള്ളൂ അല്ലേ? ബുക്ക് കാണുന്നില്ല, ഭംഗിയുണ്ടായി, അതുകൊണ്ട് എടുത്തതാണ്. ഓ മണ്ടൻ. ഓ, ഞാൻ മടുത്ത്. ഞാൻ ഈ കുറച്ചു അവിടെ പോയി ഉറങ്ങാൻ പോണു. ലൈബ്രറി വന്ന് ഉറങ്ങിയിട്ട് ഒരു സമാധാനമില്ല. നിങ്ങൾ ബുക്കൊക്കെ എടുത്ത് എന്നെ വിളിച്ചാൽ മതി. നീ വാ, നമുക്ക് മിസ്സിനോട് പോയി പറയാം, എന്റെ ബുക്കും റെക്കമെൻഡ് ചെയ്യാം. മിസ്സേ, ഞാൻ ലൈബ്രറിയിലോട്ട് പറഞ്ഞിട്ട് രണ്ടെന്താണ് ഇവിടെ നിൽക്കണത്? എന്തോ കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്താണ് മിസ്സേ? ലൈബ്രറി ചെന്നിട്ട് ഏത് ബുക്ക് എടുക്കണമെന്ന് പോലും മനസ്സിലാവുള്ള 2 ബുക്ക് വന്നോ മിസ്സേ. അയ്യോടാ, കൊള്ളാലോ. ഇതിലും ഭേദം ഞാൻ എല്ലാവർക്കും ഒരു കഥ പറഞ്ഞിട്ട് അതിന്റെ ആമുഖം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. രണ്ടും ഒറ്റക്ക് പോയി കണ്ടുപിടിച്ച് വായിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞു തരില്ല. എടാ മക്കളെ, എന്റെ ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കുള്ളൂ വായനയിലും എല്ലാത്തിലും. അതുകൊണ്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വായിക്കുന്നതായിരിക്കും നല്ലത്.
കേട്ടാ? പോ രണ്ടും പോ. അതും 3G. നീ വാ, കൈ കിട്ടണ ഏതെങ്കിലും ബുക്ക് എടുക്കാം. എടാ, ഈ ബുക്ക് കൊള്ളാലേ, ഞാൻ ഇതെടുക്കുക. ഇത്രമേൽ മനസ്സിനെ ആഴത്തിലാഴ്ചകൾ ആത്രമാകുമെന്നും ഓർമ്മ പ്രണയമാണെന്ന് എനിക്കെന്നും എത്രാണ് നിർമ്മാതള പൂക്കളോട് എപ്പോഴും. എന്താണെന്ന്? എടാ, ഇതാ ബുക്കിലൊരു വരിയാണ്. നല്ല ബുക്കാ, നീ വായിച്ച. എനിക്ക് ബുക്കൊന്നും കിട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം? നീ ബുക്കൊന്നും വായിക്കാറില്ല എന്ന് പറഞ്ഞിട്ട്? ഓ, ആക്സിഡന്റലി ഒന്ന് വായിച്ചു പോയതാണ് എന്റെ പൊന്നോ. ഇവിടൊക്കെ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നില്ലേ? അപ്പൊ വീട്ടിൽ ഈ ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. ബോറടിച്ചിട്ടെടുത്ത് വായിച്ചതാ. പക്ഷെ നല്ലതാ. വായിച്ചു തുടങ്ങിയാ പിന്നെ കുഴപ്പമില്ല, ഒരു ഫ്ലോയിലങ്ങ് പൊക്കോളും. പക്ഷെ തുടങ്ങാനാണ് പണി. എനിക്ക് ചാന്ത് പിടിക്കുന്നു. എനിക്കൊരു ബുക്കും കിട്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും? മടുത്തു, തപ്പി മടുത്തു മനുഷ്യൻ. നാളെ വല്ല നോക്കാം. വാ, ഇതേത് അവനെ വിളിച്ചേക്ക്, അല്ലെങ്കിൽ അവിടെ കിടന്നുറങ്ങും. എടാ, ഒരു കൊച്ചു കൊണ്ടുപോയി ഒരു ബുക്ക് തന്നായിരുന്നു, നിനക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. നിന്റെ ബെഞ്ചിൽ വെച്ചിട്ടുണ്ട് കേട്ടാ. ഏത് കൊച്ച്? സത്യം പറഞ്ഞോ? ആരടാ കൊച്ച്? നിന്നെ പോലെ തന്നെ ഞാനും ഇപ്പോഴല്ലേ കൂടെ കയറി വന്നത്. എനിക്ക് എങ്ങനെ അറിയാം ഏത് കൊച്ചാണെന്ന്? നീ വാ, ആദ്യം ഒരു എന്ത് ബുക്കാണെന്ന് നോക്കട്ടെ. പ്രേമലേഖനം. അതിലെന്തോ ഒരു പേപ്പർ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ അതില്. എല്ലാത്തിന്റെയും തുടക്കം ഇതിൽ നിന്നാവട്ടെ എന്ന് സഖി. ആ പേപ്പറിന്റെ ബാക്കിലും എന്തോ ഉണ്ട്. ഇത്രമേൽ മനസ്സിനെ ആഴത്തിലാഴ്ത്തുവാൻ ആർദ്രമാം വാക്കുകൾ എന്നെ ഓർമ്മയിൽ പ്രണയമാണെന്ന് എനിക്കെന്നും പ്രാണ നിർമ്മാതള പൂക്കളോടെപ്പോഴും. ഇത് നീ ഇന്നലെ പറഞ്ഞതല്ലേ? ഇപ്പൊ നമ്മള് സംസാരിച്ചത് ആരോ കേട്ടിട്ടുണ്ട്. എനിക്ക് ബുക്ക് കൊണ്ടുതരാൻ മാത്രം പരിചയമുള്ള ആരോടങ്ങനെ ഇല്ല. ഇതാരാണെന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ഒരു വഴി? ഇത് നമ്മുടെ കോളേജ് ലൈബ്രറിന്ന് എടുത്തതാണെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ നോക്കിയാൽ മതി. അതിനകത്ത് ഈ ബുക്ക് എടുത്ത ആളുടെ പേരുണ്ടാകുമല്ലോ. അത് കൊള്ളാം. നീ ഇവിടെ നിക്ക്, മിസ് വരണെങ്കിൽ വിളിക്കണേ. ഞാൻ പോയി നോക്കിട്ട് വേഗം വരാം. സർ, ആ രജിസ്റ്റർ ഒന്ന് തരോ? ഈ ബുക്ക് എടുത്തത് ആരാണെന്നൊന്ന് നോക്കാനാ. എന്താ മോനെ? അതെ, ഈ സെക്കൻഡ് ബി എ മലയാളം ക്ലാസ് ഇതല്ലേ? ഇതാണ്. എന്താ? ഒരു കാര്യം ചോദിക്കാനാ. ഈ ഭവാനി, വന്നപ്പോ തൊട്ട് ഞാൻ നിന്നെ തപ്പി നടക്കുക. നീ എവിടെ ഇരുന്ന്? ഒരു ബുക്ക് എടുക്കാനുണ്ടായി, ഞാൻ ലൈബ്രറി വരെ പോയേക്കുമായിരുന്നു. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ സമ്മതിച്ചട്ടാ. നീ ഒരു പണി ചെയ്ത് നീ വീട്ടിൽ പോകണ്ട. നീ 24 മണിക്കൂർ ആ ലൈബ്രറി തന്നെ ഇരുന്നു. ദൈവമേ, ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ് ഈ പറയണേന്ന് ഓർക്കണം. എടി, ലൈബ്രറി നമ്മുടെ വീടും ബുക്കുകൾ നമ്മുടെ കൂട്ടുകാരുമാണ്. അതെങ്ങനെയാണ്? ബോധമുള്ള ആൾക്കാരോട് വേണം ഇതൊക്കെ പറയാൻ. നീ അതിനാ ലൈബ്രറി എങ്ങനെ ഇരിക്കണെന്ന് കണ്ടിട്ടുണ്ടാ? നീ ആ വഴി പോയിട്ടുണ്ടാ? ലൈബ്രറി വീട് എനിക്ക് വേണ്ട. പിന്നെ കൂട്ടുകാര്, എനിക്ക് കുറെ കൂട്ടുകാരുണ്ട്. ഇനി ബുക്കുകളുടെയും കൂടെ കുറവുള്ളൂ. ഞാൻ ആരോടാ ദൈവമേ ഇതൊക്കെ പറയണേ? നിന്നോട് പറയണതും പോത്തിനോട് വേദൂതണതും ഒരുപോലെയാണ്. ഓ ശരി മാഡം. അയ്യോ, അവൻ പോയാ? എന്തു പറ്റി? ഒരു പയ്യൻ എന്തോ ചോദിക്കാൻ വേണ്ടി വന്നതാ. നിന്നെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ അവന്റെ കാര്യം മറന്നുപോയി. ഇപ്പൊ അവൻ ഇവിടെ ഒന്നും നോക്കിയിട്ട് കാണണില്ല. ആരോടെ പോയോ എന്തോ. എനിക്കാണോ ചോദിക്കാൻ എന്താണ്? എന്നാ മേഡം നടക്ക്, വാ ക്ലാസ്സിലേക്ക് പോവാ. എടാ, എന്തായി പോയിട്ട്? ആളെ കിട്ടിയാ? ആളെയൊക്കെ കിട്ടി. അയ്യടാ, എന്താ ചിരി? ആളാരാ? അത് മാത്രം പറയൂല മോനെ, നീയൊന്നും അവളങ്ങനെ കാണണ്ട. എന്ത് സാധനടാ നീ? ഒരു പെണ്ണിനെ കെട്ടിയപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം അറിയണ്ട. എന്തോ ആടാ, ഒന്നിനെങ്കിലും ഞാൻ നിന്റെ സോൾമേറ്റ് അല്ലേ, ഒന്ന് പറയടാ. നീ ഇവിടെ കിടന്ന് എന്ത് കാണിച്ചാലും ഞാൻ പറയൂല മോനെ. നിന്റെ ദൃഷ്ടി ഒന്നുള്ള അടുത്തേക്കൂടെ പോലും പോവരുത്. ഓ, അവള് ദേവതയാണല്ലോ. അതെ, അധികം അഹങ്കരിക്കണ്ട, എനിക്കും കിട്ടും പെണ്ണ്. ഒന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. അതെ, അവളെന്റെ ദേവതയാ. എന്തേ, നിനക്ക് വല്ല കുഴപ്പമുണ്ടാ? ഓ, പെണ്ണ് കിട്ടട്ടെ ആദ്യം, എന്നിട്ട് കാണിക്കാട്ടാ.
നീ എന്നോട് മിണ്ടണ്ട പോ. അങ്ങനെ പറഞ്ഞൂടാ, എന്റെ മുത്തലിങ് വന്നേ. മാഷേ, ഇതാര് മോളാ? ഇന്ന് കാലത്തെ കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഇന്ന് രാവിലെ ഇത്തിരി വൈകിപ്പോയി, അതുകൊണ്ട് നേരെ ക്ലാസ്സിൽ കയറി. അതാ കാലത്തെ കാണാതിരുന്നെ. ഒരു കൊച്ചു മോൾക്ക് തരാൻ വേണ്ടി ഒരു ബുക്ക് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ മനോഹരമായ തുടക്കത്തിന് അതിമനോഹരമായ അവസാനം ഉണ്ടാകട്ടെ എന്ന് പാർത്ത്. എടാ, ഒരു പ്രശ്നമുണ്ടെന്ന് വൈകിട്ട് പറഞ്ഞിരുന്ന മാറ്റി ഫുട്ബോൾ മാച്ച്. അതെന്താ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഗ്രൗണ്ടിലേക്ക് ചെല്ലാനല്ലേ പറഞ്ഞത്? എടാ, അത് പിന്നെ ഇത്തവണ ഫസ്റ്റ് ഇയേഴ്സിന് സെലക്ഷൻ ഇല്ലെന്ന്, ടീം ഓൾറെഡി ഫില്ലാണെന്നാ പറഞ്ഞേ. അതെങ്ങനെ ശരിയാവും? അവർ തന്നെയല്ലേ പറഞ്ഞത് ആദ്യം സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് സെലക്ഷൻ ഇല്ലെന്ന്. ഇതെന്താ ഇങ്ങനെ? എടാ, നീ ഇങ്ങനെ ഡെസ്പാവല്ലേ. ഞാൻ എങ്ങനെ ഡെസ്പാവാതിരിക്കും? നിനക്കറിയാലോ, ഞാൻ മെയിനായിട്ടും അഡ്മിഷൻ എടുത്തത് സ്പോർട്സിന് വേണ്ടിയാണെന്ന്. ഇപ്പൊ സെലക്ഷൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ എന്താ ചെയ്യാ? സാരമില്ല, പോട്ടെ. എന്തായാലും നെക്സ്റ്റ് ഇയർ ഉണ്ടാവുമല്ലോ, ചിലപ്പോ സെലക്ഷൻ ഉണ്ടാവും. നീ എന്തായാലും വിഷമിക്കണ്ട, എന്തായാലും വഴി നോക്കാം നമുക്ക്. ഹരി നിന്നെ അന്വേഷിക്കുന്നുണ്ടായി, നീ അങ്ങോട്ടേക്ക് ചെല്ല്. ഞാൻ കുറച്ചേരം ഒന്ന് ഒറ്റക്ക് നിക്കട്ടെ. ഗുഡ് മോർണിംഗ് സാർ. വന്നോ? ഇന്നാ ഇത് മോന് തരാൻ പറഞ്ഞതാ. നിന്റെ കഴിവിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവസരങ്ങൾ തേടിയെത്തും. കാത്തിരിക്കുക എന്ന് സഖി. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. കാത്തിരിപ്പിന് മേൽ പറഞ്ഞോട് പറഞ്ഞത് നീയാണ് സഖി എന്ന് സ്വന്തം പാർത്ത്. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. കണ്ണുകൾ കൊണ്ട് മാത്രം കഥ പറയുന്ന പാർത്ത്, എന്റേത് മാത്രമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ എന്ന് സ്വന്തം സഖി. ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയപ്പെൺകിടാവ് പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു.
വാക്കുകളേക്കാൾ മാധുര്യമേറിയതാണ് കണ്ണുകൾ കൊണ്ടുള്ള കഥകളും എന്നെ പഠിപ്പിച്ച സഖിയുടെ മാത്രമാവാനാണ് എനിക്കിഷ്ടം എന്ന് സ്വന്തം പാർത്ഥൻ. മുഖപടം തില്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരുകോ നിനക്ക് വേണ്ടി കൊതിച്ചതുപോലെ ഞാൻ മറ്റൊന്നിനു വേണ്ടിയും ആഗ്രഹിച്ചിട്ടില്ല. എന്റെ ഒടുക്കവും തുടക്കവും എല്ലാവരും നിന്നാവട്ടെ എന്ന് സ്വന്തം സഖി. എല്ലാത്തിൻ്റെ ഒടുക്കം എൻ്റെ ആത്മാവിൻ്റെ ഭാര്യ നീ കൂടെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസമാണ് സഖി മുന്നോട്ടുള്ള എൻ്റെ ജീവിതയാത്ര എന്ന് സ്വന്തം